ഹലോ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജനുവരി 10th ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ CSEB ലോഗിൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്റ്റേർഡ് ആണ്. രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഫസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്റ്റർ ചെയ്താൽ അവിടെ രജിസ്റ്റർ കൊടുക്കുക. എന്നിട്ട് അടുത്ത കാൻഡിഡേറ്റ് ലോഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മെയിൽ ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കാനൊരു സ്ഥലം ഉണ്ടാവും. അവിടെ നമ്മൾ പാസ്വേഡ് ഈ വൺ ടൈം രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. അതിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് സൈറ്റിൽ. ആ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എടുത്താൽ കാറ്റഗറീസ് ഉണ്ടാവും. നമുക്ക് ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ BCom കോർപ്പറേഷൻ ആയതുകൊണ്ട് എനിക്ക് ജൂനിയർ ക്ലർക്കാണ്, അല്ലെങ്കിൽ ക്ലർക്ക് എന്നൊരു പോസ്റ്റാണ് ഉള്ളത്. അത് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് നമ്മളുടെ അപ്ലൈ വിത്ത് ദിസ് എന്താ പറയുക പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെ ബാങ്കിൽ എത്ര വേക്കൻസി ഉണ്ട്, അതിൻ്റെ സാലറി സ്കെയിൽ എത്രയാണ്, ഏതാ പൊസിഷൻ എന്ന് അവിടെ നമ്മൾ ആഡ് ചെയ്യുക. വേണമെങ്കിൽ റിമൂവ് ചെയ്യുക. അവിടെ തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രൊസീഡ് ടു അപ്ലൈ വേണ്ടത് ആഡ് ചെയ്തിട്ട് പ്രൊസീഡ് ടു അപ്ലൈ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആർ യു ക്വാളിഫൈഡ് ദിസ് പോസ്റ്റ് എന്ന നെക്സ്റ്റ് ഇൻ്റർഫേസിൽ യെസ് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിനനുസരിച്ചാണ് എനിക്ക് 413 റുപ്പീസാണ് ഫീസ് വന്നിരിക്കുന്നത്, പ്ലസ് GST അടക്കമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ബാങ്കാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ ലിസ്റ്റ് താഴെ നമുക്ക് കാണിക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിലും മാറ്റാം. നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് പുതിയത് ആഡ് ചെയ്യണമെങ്കിലൊക്കെ ആഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. എത്ര എണ്ണം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ടു പേ കൊടുക്കാം. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിലോരോ ഓപ്ഷനുകളും അത് ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാർഡ് പേയ്മെൻറ്റ് വേണോ, നെറ്റ് ബാങ്കിങ് വേണോ, UPI വേണം, ഏത് വഴി വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഇപ്പം കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ. ഞാൻ UPI ഉപയോഗിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ സെക്കൻഡ് ഓപ്ഷനാണ് യൂസിങ് ഒരു QR കോഡ് വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞെക്കുക, ഒരു QR കോഡ് വരും. അത് നമ്മൾ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റും. അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതായത് നമ്മളുടെ അപ്ലിക്കേഷൻസ് എന്നത് എടുത്താലും മതി. അപ്പോൾ അവിടെ ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്തത്. എൻ്റെ ആക്ഷൻ വ്യൂ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ്, ആ ബ്ലൂ കളർ ഡൗൺലോഡ് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യും. നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ